അയോധ്യ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആഴത്തിൽ പതിഞ്ഞ നിരവധി പേരുകളുണ്ട്. അതിൽ 2 മലയാളികളുടെ പേരുകൾ വളരെ പ്രധാനമാണ്. അതിൽ ഒരാളെ നാമെല്ലാം അറിയും. പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ശ്രീ കെ മുഹമ്മദ്. ഇർഫാൻ ഹബീബ് എന്ന ചെങ്കൊടി ചട്ടുകത്തിന്റെ പച്ച നുണകളെ തെളിവ് സഹിതം പൊളിച്ചെഴുതിയ മിടുക്കൻ. മറ്റേയാൾ അതും ഒരു കെ ആണ്. കണ്ടംകളത്തിൽ കരുണാകരൻ നായർ എന്ന കെ നായർ. നെഹ്റുവിനെ വിറപ്പിച്ച നായർ സാബ്. ഭാരതം ഒരു റിപ്പബ്ലിക്കായി മാറുന്നതിന് മുൻപ് രാമജന്മഭൂമിയിൽ ഹിന്ദുക്കളുടെ ആരാധനയ്ക്കുള്ള മൗലികാവകാശം പുനഃസ്ഥാപിക്കുന്നതിൽ അവിസ്മരണീയമായ പങ്കുവഹിച്ച ധീരനായ ICS ഓഫീസർ. 1950കളുടെ തുടക്കത്തിൽ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവിന്റെ തീർത്തും പക്ഷപാതപരമായ ഉത്തരവിനെ അനുസരിക്കാൻ സൗകര്യമില്ലെന്ന് തുറന്നടിച്ച് അയോധ്യാനിവാസികളുടെ മുഴുവൻ ഹീറോ ആയി മാറിയ ചങ്കൂറ്റക്കാരൻ. നെഹ്റുവിന്റെ മർക്കടമുഷ്ടിക്ക് വഴങ്ങാനില്ലെന്ന് പ്രഖ്യാപിച്ച് സിവിൽ സർവീസ് ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്കിറങ്ങി വടക്കേ ഇന്ത്യയിൽ നിന്ന് ലോക്സഭയിലെത്തിയ മലയാളി. അതാണ് കെ നായർ. 1907 സെപ്റ്റംബർ 11 ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ ജനിച്ച അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോവുകയും 21ാം വയസ്സിൽ ICS നേടുകയും ചെയ്തു. 1945 സിവിൽ സർവീസിൽ ചേർന്ന അദ്ദേഹം 1949 ജൂൺ 1 ഫൈസാബാദിലെ ഡെപ്യൂട്ടി കമ്മീഷണർ കം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റായി. ആയിടെ അയോധ്യയിൽ പ്രശ്നം രൂക്ഷമായി. വിഷയത്തിൽ ഇടപെടാൻ സംസ്ഥാന സർക്കാരിൽ നിന്ന് കത്ത് ലഭിച്ച നായർ ശരിയായ അന്വേഷണം നടത്തി ഗ്രൗണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ സഹായിയായ ഗുരുദത്ത് സിംഗിനെ ചുമതലപ്പെടുത്തി. 1949 ഒക്ടോബർ 10 നായർക്ക് അയച്ച റിപ്പോർട്ടിൽ ഗുരുദത്ത് സിംഗ് അവിടെ ഒരു വലിയ രാമക്ഷേത്രം നിർമ്മിക്കാൻ ശുപാർശ ചെയ്തു. അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം ഞാൻ സംഭവ സ്ഥലത്ത് പോയി സൈറ്റ് പരിശോധിക്കുകയും അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുകയും ചെയ്തു. പള്ളിയും ക്ഷേത്രവും അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവരുടെ ആചാരങ്ങളും മതപരമായ ചടങ്ങുകളും പാലിച്ചു പോരുന്നു. നിലവിലുള്ള ചെറിയ ക്ഷേത്രത്തിന് പകരം മാന്യവും വിശാലവുമായ ഒരു ക്ഷേത്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹിന്ദു പൊതുസമൂഹം ഈ അപേക്ഷ നൽകിയത്. ഭഗവാൻ രാംചന്ദ്രജി ജനിച്ച സ്ഥലത്ത് ഒരു നല്ല ക്ഷേത്രം സ്ഥാപിക്കാൻ ഹിന്ദു ജനസംഖ്യയ്ക്ക് വളരെ താൽപ്പര്യമുള്ളതിനാൽ അനുമതി നൽകാം. ക്ഷേത്രം സ്ഥാപിക്കേണ്ട ഭൂമി സർക്കാർ ഭൂമിയാണ്, സിംഗ് നായർക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. 1949 ഡിസംബർ 22 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നിർദ്ദേശപ്രകാരം